everyone, welcome back to my channel. അപ്പോൾ ഇന്നൊരു ശനിയാഴ്ചയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ സ്ഥലത്ത് ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ട്. അപ്പോൾ November 1st ആയിട്ടേ ഉള്ളൂ, പക്ഷേ ഇവിടെ ക്രിസ്മസ് സെലിബ്രേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. October 27 ഇവിടെ ക്രിസ്മസ് ട്രീ വെക്കും. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ ഇന്ന് താഴെ ഒരു ക്രിസ്മസ് കാരൽ പരേഡ് ഉണ്ട്, പിന്നെ ഒരു ക്യാൻഡി ലൈൻ തുറക്കുന്നുണ്ട്. ചെറിയ ഭയങ്കര ക്യൂട്ട് ചെറിയ പരിപാടികൾ. അപ്പോൾ നമ്മുടെ ടൗൺ സെൻറ്ററിൽ തന്നെയാണ്, നമ്മൾ താമസിക്കുന്ന ടൗൺ സെൻറ്ററിൻ്റെ അടുത്താന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അശ്വിൻ്റെ പേരൻസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ വീക്കെൻഡൊക്കെ നമ്മൾ ഓരോ സ്ഥലത്തായിട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ കൊണ്ടുപോകാമെന്ന് വെച്ചു. ഇതെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ഒരു 3 മിനിറ്റ് നടക്കാനുള്ളേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ പരിപാടികളൊക്കെ അവർക്കും കാണാമല്ലോ. അപ്പോൾ പരേഡ് ഉണ്ട്, പിന്നെ ഒരു സ്റ്റേജിൽ പരിപാടിയുണ്ട്, ക്യാൻഡി ലൈൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഫ്രീ സ്നോ സ്കേറ്റിങ്ങും അങ്ങനെ എന്തൊക്കെയുണ്ട്. അവിടെ ചെല്ലും പറയാം എന്തൊക്കെയാണ് സംഭവമെന്ന്. പക്ഷേ ഇന്ന് മഴയാണ്. രാവിലെ സണ്ണി ആയിട്ട് ഇരുന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു, പക്ഷേ രാവിലെ തൊട്ട് മഴയാണ്. പക്ഷെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ പരേഡ് സ്റ്റിൽ ഹാപ്പനിങ് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇച്ചിരി മഴയാണ്, അതുകൊണ്ട് എത്രത്തോളം നല്ലതായിരിക്കും എന്നറിയത്തില്ല. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഇതെല്ലാ വർഷവും ഉള്ളതാണ് ഇവിടെ. അപ്പോൾ ഇത്തവണത്തെ നിങ്ങൾക്ക് കാണാം. Merry Christmas! Merry Christmas! അപ്പോൾ ഈ ക്രിസ്മസ് പരേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടുത്തെ ഈ ഒരു കൗൺസിലിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സബർബിലുള്ള സ്കൂൾസ്, പിന്നെ ഡാൻസ് ടീം, അങ്ങനത്തെ ചെറിയ വേറെ ഗ്രൂപ്പ്സ് അവരൊക്കെ കണ്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ പെർഫോം ചെയ്യുന്ന പരേഡാട്ടോ ഇത് നമ്മൾ കാണുന്നത്. അപ്പോൾ ക്രിസ്മസ് പരേഡ് കഴിഞ്ഞു. പിന്നെ എല്ലാവരും ആ ഒരു ടൗൺ സെൻറ്ററിൽ കൂടെ ചുമ്മാ നടക്കുക കേട്ടോ. ഫുൾ ക്രിസ്മസ് വൈബ്സ് ആയിരുന്നു. അവിടെ ഒരു ക്യാൻഡി ലൈൻ തുറന്നിട്ടുണ്ടായിരുന്നു. പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമായിരുന്നു കേട്ടോ. നമ്മളതിലെ കൂടെ നടന്ന് നമ്മളെല്ലാം കണ്ട് എൻജോയ് ചെയ്യായിരുന്നേ. There is snow boy. There is snow boy. ഇതിൻ്റെ അവിടെ സ്നോ ആയിരുന്നു. സാൻഡയുടെ വീട് നോർത്ത് പോളിലാണ്, പക്ഷെ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ വന്നു. എൻട്രി ഫീ അല്ലേ അത് അടുത്ത വർഷം. ഓക്കെ, അകത്ത് കയറാം. പരിപാടികളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നമുക്കെല്ലാവർക്കും ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ പയ്യെ ഒരു ലഞ്ച്, ചെറുതായിട്ട് ലൈറ്റ് ലഞ്ച് മേടിച്ച് അവിടുന്ന് തന്നെ കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ എല്ലാവർക്കും
വേണ്ടതൊക്കെ നമ്മൾ ഓർഡർ ചെയ്തു. എന്നിട്ട് നമ്മൾ പെട്ടെന്നൊരു ക്വിക്ക് ഹെൽത്തി ആയിട്ടൊരു ലഞ്ചായിരുന്നു കേട്ടോ, അങ്ങനെ ജങ്കൊന്നും ആയിരുന്നില്ല. അതെല്ലാം കഴിച്ചു നമ്മൾ. നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് ഒരു അശ്വിൻ ക്രിക്കറ്റ് കളിക്കാൻ പോകും ഒരു ടീമിൻ്റെ കൂടെ. അപ്പോൾ സാറ്റർഡേ എല്ലാ സാറ്റർഡേയും പോകാറുണ്ട്. അപ്പോൾ അശ്വിൻ എന്തായാലും ക്രിക്കറ്റ് കളിക്കാൻ വന്നതുകൊണ്ട് ഞങ്ങൾ അശ്വിൻ്റെ കൂടെ വന്നാൽ യൂഷ്വലി വരാറില്ല. അപ്പോൾ ഇന്നിപ്പോൾ പപ്പയ്ക്കും അമ്മയ്ക്കും ഒക്കെ കാണാമല്ലോ ഇവിടുത്തെ ലോക്കൽ ടീംസ് എങ്ങനെയാണ് കളിക്കുന്നതെന്നും അശ്വിൻ്റെ കളിയൊക്കെ കാണാമല്ലോ. അപ്പോൾ അതുകൊണ്ട് വന്നതാണ് ഞങ്ങളിവിടെ. അപ്പോൾ ഈ ഗ്രൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വിൻ്റെ ടീമിൻ്റെ ഹോം ഗ്രൗണ്ട് അല്ല, ഇവരുടെ ഓപ്പോസിറ്റ് കളിക്കുന്ന ടീമിൻ്റെ ഹോം ഗ്രൗണ്ടാണിത്. നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് വെയിലില്ല, എന്നാൽ മഴ പെയ്തിട്ടില്ല, അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരുന്നു. അല്ലല്ല, അത് നമ്മുടെ ഗ്രൗണ്ടിലായിരുന്നു. നമുക്ക് കുറച്ചുകൂടെ ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു അവിടെ. നമ്മുടെ ഗ്രൗണ്ട് കുറച്ചുകൂടെ ഇതുണ്ട്, ചേഞ്ചിങ് റൂമുണ്ട്. പിന്നെ അങ്ങനെ അടുത്തത് ഇറങ്ങാൻ പോകുന്ന അശ്വിനാണ്. അപ്പോൾ അശ്വിൻ എല്ലാം കിറ്റെല്ലാം ഇട്ട് റെഡി ആയിട്ടിരിക്കുക. ഇവരെല്ലാവരും ഫുൾ കിറ്റൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ കളിക്കുന്നത്, കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ കളിക്കുന്നതൊക്കെ. അപ്പോൾ അശ്വിൻ കളിക്കാനായിട്ട് ഇറങ്ങി. അങ്ങനെ അശ്വിൻ്റെ കുറച്ച് നല്ല ഷോട്ട്സൊക്കെ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ രണ്ടെണ്ണമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് ക്ലിപ്പിങ്സ്. Very good. Wow. Nice. അങ്ങനെ ഈ ഒരു ബോളിൽ അശ്വിൻ ഔട്ടായി. അപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കുറച്ച് റൺസ് എടുത്തിട്ടുണ്ട്. ഞാനും ആദ്യമായിട്ടാണ് അശ്വിൻ്റെ കളി ഇത്രയും നേരമൊക്കെ ഇരുന്ന് കാണുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇടയ്ക്ക് ഡ്രോപ്പ് ചെയ്യാനും പിക്ക് ചെയ്യാനൊക്കെ വരുന്നു എന്നല്ലാണ്ട് ഇത്രയും നേരം ഇരുന്നൊന്നും ഞാൻ കളി കണ്ടിട്ടില്ല അശ്വിൻ്റെ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത്. അവിടെ കളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കോഫീനെ ഒന്ന് ചുമ്മാ നടത്തിച്ചേക്കാന്ന് വെച്ചു. ഈ ഏരിയയൊക്കെ നോക്കി, ഇതിപ്പോൾ ഗ്രൗണ്ടിൻ്റെ സൈഡിലുള്ള ഏരിയ. നല്ല രസമുള്ള വീടുകളുടെ ഉണ്ട്. ഈ വീട് കണ്ട് എന്ത് ഭംഗിയല്ലേ, പഴയ വീടാണേ, പക്ഷെ നല്ല ഭംഗി. ഇതാണ് ഗ്രൗണ്ട് ഇപ്പോൾ കളിക്കുന്നത്. ഇപ്പോൾ അവിടെ കളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റോബർട്ട സ്ട്രീറ്റ് പാർക്ക് ഇതാണ് ഇതിൻ്റെ പേര്. ഇന്ന് നല്ല ക്ലൈമറ്റാണ്. നമ്മുടെ ഭാഗത്തൊക്കെ മഴയായിരുന്നു. ഇപ്പം നമ്മൾ ആദ്യം കളി അവിടെ നടക്കുന്നുണ്ട്. അശ്വിൻ്റെ പപ്പയമ്മയും എല്ലാവരും എൻജോയ് ചെയ്യുകയാണ്. ഒരു നല്ല മൊമെൻ്റ് അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോൻ്റെ കളി കാണാൻ വേണ്ടിയിട്ട്. ചെറിയൊരു കളിയാണെങ്കിൽ പോലും, ചെറിയ മാച്ചാണെങ്കിലും രസമല്ലേ. എന്നാൽ അത്യാവശ്യം നല്ല രണ്ട് ടീമുമാണ് കളിക്കുന്നത്. അപ്പോൾ അവരവിടെ എൻജോയ് ചെയ്യുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് കോഫീനൊന്ന് നടത്തിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. ഇവിടെ ഇപ്പോൾ നല്ല ക്ലൈമറ്റാണേ. നമ്മുടെ വീട്ടിൽ നിന്നൊരു 30 മിനിറ്റ്സോളം ഡ്രൈവ് ഉണ്ട് ഇങ്ങോട്ട്. അപ്പോൾ ഇവിടെ നല്ല ക്ലൈമറ്റാണിപ്പോൾ. മഴയൊന്നും പെയ്തിട്ടില്ല. രാവിലെ കൊണ്ട് ഇച്ചിരി പെയ്തു എന്ന് തോന്നുന്നു. നമ്മുടെ വീടിൻ്റെ അടുത്ത് നമ്മൾ ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കളി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ മഴയേ ഇല്ല. ഓ, ഇത് നോക്കി, ജാക്കരണ്ട. ഇപ്പോൾ സ്പ്രിങ് ആയതുകൊണ്ട് ജാക്കരണ്ട സീസണാണ്. ഇതാണ് ജാക്കരണ്ട മരം. അതിൽ നിന്ന് ഫുള്ള് വയലറ്റ് കണ്ടോ, വയലറ്റ് പൂക്കൾ താഴെ വീണ് കിടക്കുന്നത് കണ്ടോ. എന്ത് ഭംഗിയാ നോക്കുക ആ വീടിൻ്റെ ഫ്രണ്ടിൽ. ബ്യൂട്ടിഫുൾ. ഇതൊക്കെ ഒരു പക്ക റെസിഡൻഷ്യൽ സബർബാണേ. ഫുള്ള് വീടുകളും കാര്യങ്ങളുമാണ്. ഓ, എന്ത് ഭംഗിയാ ഈ വീട്. ഇത് വിൽക്കാനിട്ട വീടാട്ടോ. ഓ, ബ്യൂട്ടിഫുൾ. സോൾഡാണ് വീട്, സോൾഡ്. എന്ത് ഭംഗിയായി ഫ്രണ്ടിൽ ജാക്കറിൻ്റെ ആയിട്ട്. അപ്പോൾ ഈ ഭാഗമൊക്കെ ഫുൾ നല്ല റെസിഡൻഷ്യൽ ഏരിയ കേട്ടോ. ഇതിൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു വുളീസോ കോൾസോ ഗ്രോസറി മേടിക്കാനായിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ചെറിയ സെറ്റപ്പ് ഉണ്ടാവും. പക്ഷേ അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ പക്ക ഒരു റെസിഡൻഷ്യൽ ഏരിയ, വീടുകൾ തന്നെയാണ്.
ഇതെന്താണെന്നറിയോ, ഇത് വേസ്റ്റ് അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കൗൺസിൽ പിക്കപ്പ് ഡേറ്റ്സ് ഉണ്ട്. ഇതൊക്കെ വേസ്റ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർ യൂസ് ചെയ്യാത്ത സാധനങ്ങളാണ്. അപ്പോൾ ഇവർ കൗൺസിൽ പിക്കപ്പിന് ബുക്ക് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ പുറത്ത് വീടിൻ്റെ തൊട്ട് പുറത്തായിട്ട് വെച്ചേക്കും. അപ്പോൾ കൗൺസിലിൻ്റെ വണ്ടി വരും. കൗൺസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ വല്ല ഇങ്ങനെ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി പോലെ. അപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ ഇക്വലൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഇവിടുത്തെ കൗൺസിൽ. കാരണം പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടെ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കൗൺസിലിൻ്റെ വണ്ടി വന്നിട്ട് അതൊക്കെ എടുത്തിട്ട് പോകും. അപ്പോൾ നമ്മളെവിടെയും കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്ത് നമ്മുടെ പൊതുസ്ഥലങ്ങൾ വൃത്തികേടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തേത്. പക്ഷേ അപ്പോൾ കൗൺസിൽ പിക്കപ്പിന് നമ്മൾ ചെറുതായിട്ടൊന്ന് എനിക്ക് തോന്നുന്നു പേ ചെയ്യണം തോന്നുന്നു. പക്ഷെ ചെറുതായിട്ട് പേ ചെയ്താൽ പോലും ഇത്രയും കൺവീനിയൻ്റ് അല്ലേ. പക്ഷെ പേ ചെയ്യണോ വേണ്ടയോ എന്ന് എനിക്ക് അത്ര എക്സാക്ട്ലി ഓർമ്മയില്ല. അപ്പോൾ അതാണ് ആ പരിപാടികൾ. ഇപ്പോൾ പക്ഷെ അങ്ങനെ പുറത്ത് സാധനങ്ങൾ വെച്ചിട്ടുണ്ടല്ലോ, അത് ഇപ്പോൾ കണ്ടതെല്ലാം അത്രയും അങ്ങനെ യൂസബിൾ സാധനങ്ങളൊന്നുമല്ല. പക്ഷെ ചിലവരുണ്ട്, ചില സാധനങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ ഒരു സോഫ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയർസ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നില്ല എന്നാൽ പക്ഷേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കണ്ടീഷനിലാണെങ്കിൽ അതിങ്ങനെ പുറത്ത് വെക്കുമ്പോൾ വേറെ ആരെങ്കിലും കണ്ടിട്ട് അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർക്കത് എടുത്തുകൊണ്ട് പോവാം. അത് ഫ്രീ ആണത്. അങ്ങനെയാണേ. അവിടെ നല്ല ക്ലൈമറ്റ്, നല്ല ഭംഗിയായിട്ട് നല്ല ബ്ലൂ സ്കൈ ആയിട്ട് തന്നെ ഇരിക്കുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നു കൂടുതലും പഴയ വീടുകളാണ്. ഇടയ്ക്കിടയ്ക്ക് മാത്രം പുതിയ വീടുകൾ കാണുന്നുണ്ട്. ഇതൊക്കെ പഴയ വീടുകളാണ്, പക്ഷെ നല്ല ക്യാരക്ടറുള്ള വീടുകൾ. ഇതും ഒരു പഴയ വീടാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. അപ്പോൾ കൗൺസിൽ പിക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യാത്ത അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് ചിലതൊക്കെ വേസ്റ്റ് ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒടിഞ്ഞതോ അങ്ങനത്തെ സാധനങ്ങൾ, പക്ഷെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ അങ്ങനത്തെ സാധനങ്ങൾ അല്ലാന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ചെയർ, കുറച്ച് പുതിയ ചെയർസ് മേടിച്ചു. പഴയ ചെയർ പഴയതാണ്, പക്ഷെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് വീട്ടിൽ വെക്കാൻ സ്ഥലമില്ല. അങ്ങനത്തെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഈ സാധനങ്ങൾ കൊണ്ട് പുറത്ത് വെക്കാം, നമ്മുടെ വീടിൻ്റെ പുറത്ത് വെക്കാം. ഇതൊക്കെ പ്രിറ്റി മച്ച് ഓൾമോസ്റ്റ് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റാത്ത പക്ഷേ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ അതങ്ങനെ പുറത്ത് വെക്കണമെങ്കിൽ നമ്മളാദ്യം കൗൺസിൽ വെബ്സൈറ്റിൽ കയറിയിട്ട് ഓരോ സ്ഥലത്ത് ഇപ്പോൾ ഈ ഒരു ഏരിയ, ഈ സബർബിന് ഒരു കൗൺസിലായിരിക്കും, വേറെ സബർബിന് വേറെ കൗൺസിൽ. അപ്പോൾ അവരവരുടെ കൗൺസിലിലെ പിക്കപ്പ് നമുക്ക് ബുക്ക് ചെയ്യാം. അപ്പോൾ ഇന്ന് ചിലപ്പോൾ ഇവരുടെ ഇന്നായിരിക്കും ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൗൺസിൽ പിക്കപ്പിൻ്റെ ഡേ ഇന്നായിരിക്കും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കൗൺസിലിൻ്റെ വണ്ടി വന്ന് അത് അവർ പിക്കപ്പ് ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ നമ്മളിത് എവിടെയും അൺവാണ്ടഡ് ആയിട്ടുള്ള സ്ഥലത്ത് ഇട്ട് അത് നമ്മുടെ പൊതുസ്ഥലങ്ങൾ നശിപ്പിക്കില്ല. ഇവർ അത് സോർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ ലാൻഡ് ഫില്ലിൽ കളയും. അങ്ങനെയൊക്കെ അത് കൗൺസിലിൻ്റെ പരിപാടി. അങ്ങനെ എന്ത് ഭംഗിയല്ലേ ഈ വീട് നല്ല ഭംഗി. ഭയങ്കര പഴയ വീടാണ്, പക്ഷേ എന്ത് നല്ല ക്യാരക്ടർ. പക്ഷേ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആ ഒരു ജാക്കരണ്ട മരം അവിടെ ഉള്ളതാണ് ഫ്രണ്ടിൽ, മുറ്റത്ത് തന്നെ. ആ പൂക്കളൊക്കെ നോക്കി ഒരു കാർപ്പറ്റ് പോലെയാണ് വീണ് കിടക്കുന്നത്. ബ്യൂട്ടിഫുൾ. ഈ ഒരു വീട് ഒരു പ്രത്യേകതരം വീട്. ആരും താമസമില്ലെന്ന് തോന്നുന്നു. ഒരു ഫുൾ ബ്ലാക്ക് വീട്. ഇവിടുത്തെ വീടുകളിലെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും, കണ്ട മതിലുകളൊന്നുമില്ല, മിക്കതും ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ്. അപ്പോൾ അത് സേഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സേഫാണ്. ഇവിടെ ഇങ്ങനെയാണ്. ഇവിടെ മതിലുകൾ ഉള്ള വീടുകൾ വളരെ കുറവാണ്. ഉണ്ടെങ്കിൽ അതിന് കൂടുതൽ അപ്രൂവലും പിന്നെ അത് പണിയണമെങ്കിൽ കുറച്ചും കൂടെ കാശും ഒക്കെ വേണമല്ലോ. പക്ഷെ ഇതിങ്ങനെ ഓപ്പൺ ആയിട്ടിടുന്നത് നല്ല ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ ഇത് സേഫാണ്. ഇതിവിടെ ഇങ്ങനെ ഭയങ്കര കോമണാണ്. അപ്പോൾ ഇതിൽ കള്ളൻ കയറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കള്ളൻ അങ്ങനെയൊന്നും കയറത്തൊന്നുമില്ല. ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ഇടയ്ക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എല്ലാ നാട്ടിലൊക്കെ ഉള്ള പോലെയൊക്കെ ഉണ്ട്. പക്ഷേ അല്ലാണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ മതിലുകളില്ലാത്ത വീടുകൾ ഇവിടെ കോമൺ ആണ്. ഇത് സേഫുമാണേ. അങ്ങനെ നമ്മൾ നടന്ന് തിരിച്ച് ഗ്രൗണ്ടിൽ തന്നെ എത്തി. കളി പിന്നെയും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. കുറച്ചും കൂടെയൊക്കെ വെയിൽ വന്നു. കളി നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറൊരാളെ കാണിച്ചു തരാം. അപ്പോൾ ഈ ഇത് കണ്ടോ, ഇത് കാക്കയല്ല കേട്ടോ. ഈ ഒരു കിളി കാക്കയല്ല,
ഇതിൻ്റെ പേരാണ് മാഗ്പൈ. ഒത്തിരി പേർക്ക് അറിയുന്നതായിരിക്കും, ഓസ്ട്രേലിയയുടെ ഒരു ഭയങ്കര ഒരു ഫേമസ് ആയിട്ടുള്ളൊരു കിളിയാണ് മാഗ്പൈ. ഇവൻ ആൾ ചില്ലറക്കാരനൊന്നുമല്ല കേട്ടോ. ഇവൻ്റെ ബ്രീഡിങ് സീസണിൽ ഇവൻ്റെ നെസ്റ്റിൻ്റെ അടുത്തോട്ടെങ്ങാനും ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിലോ ഇവൻ ഓടിച്ചിട്ട് കുത്തും കേട്ടോ. കുത്തുമല്ല, കൊത്തും, ഉപദ്രവിക്കും. അങ്ങനത്തെ ഒരു സാധനമാണ് ഈ മാഗ്പൈ. അപ്പോൾ കളി അവിടെ നടക്കട്ടെ. ഞാനും പപ്പയും മമ്മിയും ഇറങ്ങി ഞങ്ങൾ ആ സബർബിലുള്ള വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കണ്ട് ചുറ്റി നടക്കുകയാണ് ഞങ്ങൾ. ഗന്ധരാജന്റെ മണമാണ്. എന്ത് മണമാ? പക്ഷെ കുറ്റി കുറ്റിയായിട്ടല്ലേ. പക്ഷെ ഇത് നല്ല ഭംഗിയായിട്ട്, നല്ല ബുഷായിട്ട്. ഒരു മോഡൽ ഇങ്ങനെ. പണ്ട് കുറച്ചും കൂടെ ഒക്കെ പഴയ വീടുകൾ ഡിഫറെന്റ് പോലെയൊക്കെയാണ് പണിതേക്കുന്നത്. ഇപ്പൊ വരുന്ന വീടുകളാണ് ഏകദേശം ഒരുപോലെ ആവുന്നത്. അതെ അതെ, ഇത് നമ്മുടെ അതുപോലെ തന്നെയല്ലേ ഇരിക്കുന്നത്. ഉണ്ട്, ഇവർക്ക് ബോട്ടൊക്കെ ഉണ്ടേ. ഇത് കണ്ടോ, ഇതെന്താന്നറിയോ? ഇതാണ് കാരവൻ. ഈ അതെ അതെ, ഇതിനകത്ത് ബെഡും കിച്ചണും ഒക്കെ ഉണ്ട്. അതെ, ക്രോസ് ചെയ്യാം. ഇവിടെ വീക്കെൻഡ് ഒക്കെ എല്ലാവർക്കും പരിപാടി ഈ മോ ചെയ്യല് തന്നെയാണ് പരിപാടി. കാരണം ഫ്രണ്ടും ബാക്കും ഒക്കെ മോ ചെയ്യണം. എന്നൊക്കെ ആ പൂക്ക് നല്ല ഭംഗിയില്ലേ? അതെ അതെ. പുതിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 വർഷം. ഇത് നല്ല പുതിയതാ. ഇതൊരു 5 വർഷത്തിനുള്ളിൽ പണിത വീടായിരിക്കും ഇത്. ഇവിടെ മൊത്തം എന്താ അതെ, കാണുന്നതിന് കുഴപ്പമില്ല. കാരണം അവർ കാണാൻ തന്നെ വെച്ചതും അത് കുഴപ്പമൊന്നുമില്ല. സോളാറും ഉണ്ട് അവർക്ക്. സോളാറാ. അന്ന് പിന്നെ ഞാൻ വേറെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്ത ദിവസം ഒരു ഫാമിൽ പോകുന്നതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഒരു അൽപ്പക്ക ഫാമിലാണ് നമ്മൾ ഇവരെ കൊണ്ടുവന്നത്. പണ്ട് ഞാനും അശ്വിനും കൂടി ഈ അൽപ്പക്ക ഫാമിൽ പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ഇവരെ കൊണ്ടുപോവുകയാണ് ഈ ഫാമിൽ. അതാണ് അൽപ്പക്ക. അൽപ്പക്കയുടെ ഇത് കുഞ്ഞന്മാരാണേ. അത് കുഞ്ഞന്മാരാ, ബേബീസാ. അത് കുഞ്ഞാ, നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ചിലപ്പോ തുപ്പും, പക്ഷെ മൈൻഡ് ചെയ്യണ്ട. അല്ലല്ല, അതിന്റെ സ്ക്രാച്ച് വരും. സ്ക്രാച്ച് വരുമ്പോ എന്റെ എച്ച് മാറ്റാൻ വേണ്ടി അത് ഫുള്ള് പൂളാണ്. കമ്പിയുടെ നടുവിൽ മാത്രമേ, സൈഡ്സ് അത്രയും പറ്റില്ല. കാരണം അവിടെ വരെ എന്റെ ബോഡി എത്തില്ല. നടുവിൽ വന്നിങ്ങനെ എന്റെ എച്ച് മാറ്റാൻ വേണ്ടി പറയാം. ഈ ഷീപ്പ് ഇവരെല്ലാരും കൂടെ ഇങ്ങനെ കറങ്ങി നടക്കുക അല്ലേ? നമുക്ക് എല്ലാത്തിനും അൽപ്പക്കാന്ന് വിളിക്കാം. തൽക്കാലത്ത് അങ്ങനെ വിളിക്കാം. നമുക്ക് അൽപ്പക്ക ഫാം ലാമാസ് കുറവാണ് ഇവിടെ. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ 2 ഫ്രണ്ട്സും കൂടെ ഈ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ആയിരുന്നു ഇവിടെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നത്. വേണോ? നിനക്ക് വേണോ? കഴിക്കുന്നുണ്ട്, കഴിക്കേ. Yeah, these are all adults. When we just entered, you might have seen the baby ones. If not, when we are going back, we'll see baby ones. Last time they had llamas and alpacas in every paddock. And they don't have the hump.
But the face looks like camel. അവനെ കണ്ട അല്ലേ ലെപ്പേർഡ് പോലെ ഉണ്ട്. ഹലോ ഫാൻസി. ഇത് കൊള്ള വേറെ ആണല്ലോ. താഴെ ഇടല്ലോ കേട്ടോ, മര്യാദക്ക് കഴിച്ചിട്ട് പോണം. ചിലവന്മാര് ഭയങ്കര കുറുമ്പന്മാരാ. സെയിം ഫുഡാണ് എന്നിട്ട് എല്ലാവരുടെ ബോളിലും പോയി നോക്കുകയാണേ. വേറെ ഹലോ ഇവന്റെ കണ്ണെന്ത് രസാ കാണാനായിട്ട്. ഓ നല്ല ഫ്ലഫി. നമ്മുടെ തല വിട്ടു ഭയങ്കര ഫ്ലഫി. वेरी फ्लफी पर उसको अच्छा नहीं लग रहा है, ऐसा लग रहा मैं जो ऐसे अभी मेरे बाल उठाए नहीं गए हैं. शाबी. हेलो यू वांट दिस? सैंडी ने अभी स्पेक्स लिया हुआ था, मुझे एकदम से पहचान ही नहीं पाई मैं. നോക്കിക്കേ, ഇത് ഇവിടുത്തെ ഡോഗാണ്. അവന് ഷീപ്പിനെ പോലെ തന്നെ കാണാനേ. No, no. Kind of. Hello. Maybe कुछ It will be border collie. Mostly, border collie. I think it's some sheepdog. Sheepdog. Actually, Aussie Australian sheepdog. Oh, okay. Yeah. does it Must breed be. like that? So they kind of control the sheep. Yeah. एक ही job है. border. Yes. तो देखो पाई है बोलते हैं ना. So now they're leading them to the pen. ഇവന്മാരെന്താ കൂട്ടിക്കയറാത്തെന്നുള്ള ദേഷ്യമാണ് ഇവന്. കയറടാ കൂട്ടില്. Okay, it's time for us. You look healthy. Come on. देखो उसको प्यार कर रहा है. रोबी ऐसे खड़ा है ना. This guy peed. Yeah, it's moving its tails, no? As if Come on, run. they like it. Okay, come. कितना look at how personal it is being. Yeah. चलो. Eating He's this. carrying here. He's actually not dominating. He's very friendly. Like friendly only, no? Subtitles are. അപ്പോൾ അതൊക്കെയാണ് അശ്വിൻ്റെ പപ്പയും അമ്മയും വന്നപ്പോൾ ഉള്ള ഒരു വീക്കെൻഡിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.